ഹായ് മറിയോ ആണേ. ഞാനിപ്പോൾ നമ്മുടെ വെസ്റ്റ് ആഫ്രിക്കയിൽ ഇൻകോക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. ഒരു പാരാഗ്ലൈഡിങ് സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നമ്മളൊരു വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം കണ്ട കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളാണിത്. നമ്മുടെ നാട്ടിലെ വെണ്ണിലവ് എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഇത് കുറച്ച് നല്ല വലിപ്പമുണ്ട്. വെണ്ണിലവിൻ്റെ കൂട്ടുള്ളൊരു ചെടിയാണിത്, കണ്ടു. പക്ഷേ ഇത് ഭയങ്കര വലിപ്പമുണ്ട് പൂ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, കണ്ട, നല്ല വലിപ്പമുണ്ട്. താഴോട്ട് നോക്കി നടന്നില്ലെങ്കിൽ ബ്ലാക്ക് മാമ്പയൊക്കെ ഉണ്ടാവേ. റോഡൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. റോഡിൻ്റെ ഈ അവസ്ഥ കാരണം നമുക്കധികം മുകളിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം ടയർ സ്ലിപ്പാകുമായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി. പക്ഷെ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ സൗണ്ട് കേട്ടോ. ഇതിവിടെ കാട്ടിനകത്ത് ഇവരുടെ കുറച്ച് ആളുകൾ കയറിയിട്ട് വളഞ്ഞിട്ടിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കി ചെറിയ ചെറിയ ജീവികളെയൊക്കെ പുറത്ത് തുരുത്തി ഓടിച്ച് പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ടാണ്. ആഫ്രിക്കയിൽ വന്നിട്ട് ഏറ്റവും സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് യാത്രക്കിടയിൽ കാണുന്ന ഇങ്ങനെയുള്ള മരങ്ങളും മരത്തിൽ നിറയെ കിളിയും കിളിക്കൂടും ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. ഇത് റോഡരികെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു ശല്യമല്ലാതെ ഇങ്ങനെ നിറയെ കിളികളുമായിട്ടൊരു മരം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചുണ്ടങ്ങയുടെ ചെടി കണ്ടു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലാംഗ്വേജിൽ അതിനെന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മുടെ ഡ്രൈവറാണ്. അപ്പം ഇവിടെ ഫുഫു ഉണ്ടാക്കുമ്പോൾ ഫുഫുവിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഈ ചുണ്ടങ്ങ. ഇത് കണ്ടോ, നമ്മുടെ മലയുടെ അടിവാരത്തിലായിട്ടൊരു പള്ളിയും അതിന് ചുറ്റും കുറച്ച് വീടുകളും അവരുടെ ഒരു കുഞ്ഞു ജീവിതമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ഞങ്ങളവിടെ നിർത്തിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും അവിടെ നിറയെ ഒരു വലിയ മാവ് കാഴ്ച വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ ഒരുപാട് അവക്കാഡോ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ വെസ്റ്റ് ആഫ്രിക്കയിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഭയങ്കര സംഭവങ്ങളൊന്നും കാണാനില്ല. ഒരു ഷോപ്പിംഗ് മാളില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ നമുക്കൊരു 80-90 കാലഘട്ടത്തിലേക്ക് നമ്മൾ കേരളത്തിലെ ആ പഴയ കേരളത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു ഇവിടെ വന്നപ്പോൾ. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനിവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് മിസ്സാവുന്നത് ഇവിടുത്തെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ആളുകളെയും ഈ പ്രകൃതിയൊക്കെ ആയിരിക്കും. ഗാനിയൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്ലോ മൂവിങ് ആണ്. അവർക്ക് നാളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത് ചെയ്യും അങ്ങനെയുള്ള ആകുലതകളൊന്നുമില്ല. ഈവനൊരു ട്രാഫിക്കിൽ കിടന്നാൽ പോലും അവർ എത്ര നേരം വേണേലും കാത്തു കെട്ടി കിടക്കും. അത് ഇടയിലൂടെ കയറി പോകാനോ അല്ലെങ്കിൽ ഹോൺ അടിച്ചിട്ട് ദേഷ്യപ്പെടുത്താനോ ഒന്നും നിൽക്കത്തില്ല. ഭയങ്കര സൈലൻ്റാണ്. ഭയങ്കര സ്ലോ മൂവിങ് ആയിട്ടുള്ള